ലവ് സ്റ്റോറി പറഞ്ഞുതരൂ പ്ലീസ്. എന്താടി ഇത്? നിനക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോഴേ അറിയണോ? ആദ്യം നീ ആ മുട്ടയെന്നൊന്ന് വിരി, എന്നിട്ട് ആലോചിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാ? തന്തയെ കണ്ടല്ലേ പഠിക്കുന്നേ, അപ്പം എങ്ങനെയൊക്കെയേ വരൂ. ഇനി എന്നെ പറയും. അല്ല, ഞാൻ എന്താ ചെയ്തത്? താൻ മിണ്ടരുത്. താൻ ഒറ്റ ഒരുത്തനാണ് ഇവളെങ്ങനെ വഷളാക്കി കളയുന്നത്. ഡാഡാ പ്ലീസ് ഡാഡാ, ഡാഡെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ലവ് സ്റ്റോറി പ്ലീസ്. പിന്നെന്താടാ, ഡാഡ പറഞ്ഞുതരാവേ. ഡാഡയുടെ വാവയ്ക്ക് ഈ സാധനം എങ്ങനെയാ ഡാഡയുടെ തലയിലായെന്നുള്ള കഥ. സിംഗിൾ ലൈഫ് അടിച്ച് പൊളിച്ച് നടന്ന പാവൻ ഞാൻ. ഓഹോ, ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ? താൻ ഇന്ന് റൂമിൻ്റെ പുറത്തേക്ക് എടുക്കുള്ളൂ. ഇനി നിങ്ങൾ സിംഗിൾ ലൈഫ് അടിച്ച് പൊളിച്ചങ്ങ് നടന്നേക്ക്. ഡാഡ പെട്ടു. സാരമില്ല, ഡാഡ എൻ്റെ കൂടെ കിടന്നു. അതൊന്നും ശരിയാവില്ല. നിന്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ, അല്ലയോടി? പിന്നെ വല്ലാണ്ട്. താനൊന്ന് പോണം മൈ ഡിയർ തേലുകുട്ടാ. എടി നീ കൂടുതൽ കളിക്കല്ലേ. ഓ പിന്നെ, കളിച്ചാൽ താൻ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറിക്ക്. തേലിക്കുട്ടനോ? അതെന്താ അമ്മ? അത് നിന്റെ ഡാഡനോട് ചോദിക്കും, വിശദമായി പറഞ്ഞുതരും. പറ ഡാഡാ, തേലിക്കുട്ടൻ എന്ന് വെച്ചാൽ എന്താ? ഡാഡെല്ലാം പറഞ്ഞുതരാവേ. നിന്റെ അമ്മയുണ്ടല്ലോ, ഈ അഹങ്കാരം കാണിച്ച് നടക്കുന്ന നിന്റെ മാതാശ്രീ, അവൾ എൻ്റെ പിന്നാലെ കുറേ നാൾ നടന്നതാ, അറിയോ? നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ബാക്കി പറ ഡാഡാ. ഇനി എത്ര നാളവൻ്റെ പിന്നാലെ നടക്കാനാണ് ഉദ്ദേശം? അഥവാ സെറ്റായില്ലെങ്കിൽ പറയണം, വേറെ നല്ല ചെക്കനെ നോക്കി നിന്നെ കെട്ടിക്കാനുള്ളതാ. അതൊന്നും ഈ ജന്മം നടക്കില്ല. ഞാൻ കെട്ടുകയാണെങ്കിൽ അങ്ങേരെ തന്നെ കെട്ടുള്ളൂ. എപ്പോൾ സെറ്റാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഫാദറിൻ്റെ പിന്നാലെ കുറേ നാൾ നടന്നിട്ടല്ലേ അമ്മ സെറ്റാക്കിയെടുത്തത്. അതുപോലെ ഞാനും സെറ്റാക്കിക്കൊണ്ട്. എടി ഓ, ഞാൻ പോണു, ബായ്. പിന്നെ എൻ്റെ അപ്പനെ കൊല്ലരുതേ. അപ്പ കെട്ടിയോളുടെ കിട്ടാണ്ട് സൂക്ഷിച്ചോ. അപ്പം ബൈ ബൈ. ഇതിനുണ്ടല്ലോ, ബായ്ഡാ. നല്ലവണ്ണം കിണിക്ക്, അല്ലെങ്കിൽ അപ്പനും മോളൊരു സെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ മോൾ ഇങ്ങനെ വരൂ. എന്താടി ഇത്? ഞാൻ എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നിനക്ക് നേരത്തും കാലത്തൊക്കെ വന്നൂടെ? ഓ പിന്നെ, നീ എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെ വന്നിക്കുന്നത്. നിനക്ക് മറ്റുള്ള അവനെ കാണാൻ വേണ്ടിയിട്ടല്ല. എനിക്കുള്ള അറിയാം. നീ എൻ്റെ അടുത്ത് കളിക്കല്ലേ? ആയിഷ് ഇവള്. അല്ല, പറഞ്ഞു തീർന്നില്ല. ദോ അവർ വരുന്നടി. എടി എന്താണെന്നറിയില്ല, എനിക്ക് നാണം വരുന്നടി. അയ്യേ തൂ. ഞാൻ ആദ്യം ആ കാട്ടുമോയലിനെ പൊക്കട്ടെ. അവൻ്റെ ഒരു തേള് ഇന്നലെ എൻ്റെ ദേഹത്തേക്ക് കളിക്കുന്ന തേളിനെറിഞ്ഞ് പേടിപ്പിച്ചു, അറിയോ? കൂടുതൽ കിണിക്കല്ലേ, നിനക്കുള്ള ഞാൻ തരാട്ടോ. ഓ ആയിക്കോട്ടെ. ഇപ്പം എന്താണെങ്കിലും നീ നിൻ്റെ മുതലിൻ്റെ അടുത്തേക്ക് ചെല്ല്, ഞാൻ എൻ്റെ അടുത്തേക്ക് പോട്ടെ. ഡോ പാൽക്കുപ്പി. ഓഫ്, എന്താ അങ്ങേരൊരു ജാട. എടോ അലവലാതി, തനിക്കിനി എന്നാ സ്പാർക്ക് അടിക്കാം? ഞാൻ കാത്തിരുന്ന് മടുത്തു. മര്യാദയ്ക്ക് സ്പാർക്ക് അടിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ വേറെ കിട്ടും. അല്ല പിന്നെ. എന്നാ നീ കെട്ടടി, അതാണ് നിനക്കും എനിക്കും നല്ലത്. എൻ്റെ ട്വിന്നിനാണെങ്കിൽ BL ഇഷ്ടമല്ല. അതിന് നമ്മൾ BL കപ്പിൾസ് അല്ലല്ലോ, നോർമലല്ലേ? എടോ ഞാൻ ഗേളാടോ. നിന്റെ കയ്യിലിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നീ പെണ്ണാന്ന് തോന്നില്ല. എടോ മറിയോന്തേ കൊരങ്ങ അലവലാതി തന്നെ ഉണ്ടല്ലോ. പോടി, എൻ്റെ ബ്രോ കെട്ടാതെ എന്താണെങ്കിലും ഞാനും കിട്ടില്ല. എന്നാ താൻ പോടോ, സിംഗിളായി ജീവിച്ച് ചാവ്. ഞാൻ വേറെ ആരെങ്കിലും നോക്കട്ടെ. അല്ല പിന്നെ. രേവതി എടോ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ ഇഷാൻ. 1 2 3 എത്രയാന്ന് വെച്ചാ പറ. എന്താടോ? ഇഷാൻ, താൻ പറയുന്നുണ്ടെങ്കിൽ വേഗം പറയാൻ നോക്ക്. എടോ, അത് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടം. ഐ ലവ് യു. ഓ ഐ ശരി. എടോ എന്താടോ ഇത്? ഞാൻ ഇത്ര വലിയൊരു കാര്യം പറഞ്ഞിട്ട് തന്റെ റിയാക്ഷൻ ഇതാണോ? എടാ പോയി വേറെ നല്ല പെണ്ണിനെ നോക്കണം. ഞാൻ ഓൾറെഡി ബുക്ക്ഡാണ്, എനിക്ക് ആളുണ്ട്. എന്താടോ കുറഞ്ഞ താൻ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നത്?
അല്ല, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല. സത്യം പറയടോ മാക്കാനെ. പറയാൻ എടോ, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. താൻ ആദ്യമൊന്നും എൻ്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എങ്ങനെയോ എപ്പോഴോ എനിക്ക് പോലും അറിയില്ല. എടോ, ഐ ലവ് യു. ഓയാ എടി കടുവ മോറി, ഞാൻ ഇത്ര വലിയൊരു കാര്യം പറഞ്ഞിട്ട് നിന്റെ റിയാക്ഷൻ വെറും എങ്ങനെ സാധിക്കുന്നടി നിനക്കിത്? പിന്നല്ലാതെ ഞാൻ എന്തോരം പിന്നാലെ നടന്നു, അപ്പോഴൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ചാടപ്പട്ടി പോടോ. ഇവള് പിന്നെ ഐ ലവ് യു ടു. പിന്നെ വീട്ടുകാരെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്ക് പെണ്ണാലോചിക്കാൻ. കർത്താവേ, ഇതിന് ഞാൻ ജീവിതകാലം മൊത്തം എങ്ങനെ സഹിക്കുമോ എന്തോ. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാ രാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി. അങ്ങനെ ഫൈനലി ഈ പെൺപുലിനെ എനിക്ക് തന്നെ കിട്ടി. ശ്ശോ, എൻ്റെ വൈഫി. എന്താണോ മോയലെ? ഇവള് റൊമാൻറ്റിക് ആവാൻ വിടൂല. എൻ്റെ ഹബ്ബിക്ക് റൊമാൻസ് വേണം, നേരത്തെ പറയണ്ടേ? ഞാൻ തരാലോ. മനമറിയാതെ പാറിയ മനസരസോരം പ്രണയനില. എന്താ ഇനിയും വേണോ? കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെന്താ, തരാലോ. അയ്യോ, എന്നെ ആരോ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്, ഇപ്പോൾ വരാവേ. ഇല്ലല്ലോ, ആരും വിളിച്ചില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ല. അത് ചെവിയുള്ളവർക്ക് കേൾക്കുള്ളൂ, തനിക്ക് കേൾക്കാൻ ചെവിയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വരാം. എടോ മൊയലെ, തനിക്കിന്ന് ഫസ്റ്റ് നൈറ്റ് ഇല്ല കേട്ടോ. പോട്ടെ, സാരമില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. എടി, നിന്നെയുണ്ടല്ലോ ഞാൻ എടുത്തോണ്ട്. എന്ത് പറ്റി മൊയിലെ, രാവിലെ തന്നെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എന്നാലും എൻ്റെ ഫസ്റ്റ് നൈറ്റ്. നീ ഇരുന്ന് കിണിക്ക്, പാവം ഞാൻ. അത് വിടും, നമുക്ക് പിന്നെ സെറ്റാക്കാം. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ചിരി വരുന്നത് അതല്ല, എന്നാലും നമ്മുടെ BL ഇഷ്ടമില്ലാത്ത ബിഗ് ബ്രോ കെട്ടിയത് ബോയിനെ. വാവ്, അല്ലെങ്കിൽ ഈ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ലല്ലോ. രാവിലെ തന്നെ എനിക്കിട്ട് താങ്ങല്ലേ പെങ്ങളെ നീ. തൻ്റെ കയ്യിലിരിപ്പിന് അല്ലെങ്കിലും കിട്ടണം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കിച്ചേ. ഈ രണ്ടരട്ടകളും വെറും പരട്ടകളാണ്. പിന്നല്ല, പോയി വറ്റങ്ങളെ കൊണ്ട്. എടാ മോനെ, നീ വായോട്ട റൂമിലേക്ക്, നിനക്കുള്ള ഞാൻ തരുന്നുണ്ട്. പോടാ അലവലാതി കെട്ടിയോനെ. അപ്പം എങ്ങനെ റാബിറ്റ്, അന്ന് മുടങ്ങിപ്പോയ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നാഘോഷിച്ചാലോ? എടാ കുട്ട, ഈ ഇടയായിട്ട് നിനക്ക് എന്നെ ഒട്ടും വിലയില്ല അല്ലേ? ഇല്ല, ഒട്ടുമില്ല. ഹെൻറി, ഇപ്പം നിനക്ക് എൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ട്. കാം ഡൗൺ ബേബി. നീ ഇന്ന് എൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ച് കരയും. ഞാൻ കാണിച്ചു തരാം.
എന്താ മോനെ താറാവിൻ്റെ പോലെ നടക്കുന്നേ? എടോ താൻ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. താൻ ഇന്നലെ എന്നെ ഒന്ന് സ്നേഹിച്ചതിൻ്റെയാണ് എൻ്റെ ഈ അവസ്ഥ. എൻ്റെ ചക്കര ബേബി ഇങ്ങ് വന്നേ. എൻ്റെ ബേബീനെ ഞാൻ എടുക്കാലൊക്കമോ? എടോ മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കിക്കോ. താഴെ ഇറക്കാൻ ഇല്ല, ഇറക്കില്ല, നോവേ. ഞാൻ നിന്നൊന്ന് സ്നേഹിക്കട്ടെ. ഇനിയും തനിക്ക് എന്താണോ എന്നെ വല്ല പെട്ടിയിലാക്കാനുള്ള ആഗ്രഹമുണ്ടോ? എടാ ഇത് ആ സ്നേഹമല്ലടാ, ഇത് പ്യുവർ ലവ്. പിന്നെ നിന്നെ ഈ ജീവിതകാലം മൊത്തം സ്നേഹിച്ചാൽ എനിക്ക് മതിയാവില്ല. ഇനി വരുന്ന 7 ജന്മം അല്ല, എത്ര ജന്മമുണ്ടെങ്കിലും എനിക്ക് നിന്നെ തന്നെ വേണം. ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം അവസാനമില്ലാണ്ട്. ഇതെന്താടെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. അതെന്താ ഉണ്ടാക്കാഞ്ഞേ? ആദ്യം താൻ പോയി എനിക്ക് പച്ചമാങ്ങ വാങ്ങിത്താ, എന്നിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കും. എടി നിന്നുണ്ടല്ലോ അവളുടെ ഒരു പച്ചമ്മ. ഇങ്ങനെ നോക്കണ്ട, വിചാരിച്ച കാര്യം തന്നെയാ. ഒരതിഥിയും കൂടി വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ആയിഷന്റെ ഭാര്യയെ ലവ് യു സോ മച്ച്. ഒരുപാട് താങ്ക്സ്. എനിക്ക് ഇത്ര വലിയൊരു ഗിഫ്റ്റ് തന്നേ. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. പിന്നെ പാർട്ടി വേണം കേട്ടാ. പിന്നല്ല, ഇതിന് പാർട്ടി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പാർട്ടി തരിക? തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലി തുമ്പിൽ കൈമാറി. എടോടോ, എനിക്ക് ജ്യൂസ് വേണം. ആ ഒരു 5 minutes ഞാൻ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാം. എന്നാ ജ്യൂസ്. എൻ്റെ മൂഡ് പോയി, എനിക്കിനി ജ്യൂസ് വേണ്ട, എനിക്ക് ഷേക്ക് മതി. അതും താൻ ഉണ്ടാക്കി തന്നെ വേണം. ഓ ആയിക്കോട്ടെ, എന്നാ ഷേക്ക്. ഓ എനിക്ക് വേണ്ട, ഇതും കഴിക്കാനുള്ള മൂഡ് പോയി. എനിക്ക് ബിരിയാണിയും പിന്നെ മസാല ദോശയും. എടി നിന്നെയുണ്ടല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും എനിക്കല്ല, തൻ്റെ കൊച്ചിനാ. അല്ലെങ്കിൽ ഇപ്പം എന്ത് പറയുമ്പോഴും പാവൻ്റെ കൊച്ചിൻ്റെ പേര് പറഞ്ഞാൽ മതി. കർത്താവേ, വേഗം 7 മാസം കഴിഞ്ഞ് എൻ്റെ കൊച്ചൊന്ന് പുറത്ത് വന്നാൽ മതി. ഇല്ലെങ്കിൽ ഇവളെന്നെ കൊല്ലും. എൻ്റെ കൊച്ചിനെ തന്നില്ലാണ്ടാവും. ഓ അപ്പോഴും മനസ്സിലിരിപ്പ് നോക്ക്, കൊച്ചിനെ മതി, എന്നെ വേണ്ട. ഓ ഇവള് പാവണ്ടല്ലോ ഹാരി. അവൻ്റെ അവസ്ഥ കാണുമ്പോൾ ചിരിയാ വരുന്നത്. എന്താ ബേബി, നിനക്ക് പ്രഗ്നൻ്റ് ആവണം? അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ, എനിക്കൊക്കെ. പോടാ അലവലാതി കയറി. നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാ. ഏതാണ് മോനെ ആ കഥന കഥ? അപ്പൊ അമ്മയും വലിയ പപ്പയും പുലികളായിരുന്നല്ലേ? ഡാഡിയും വല്യപ്പയും പൂച്ചകൾ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് പ്രിൻസസ്. വല്യപ്പ ആ ഇപ്പം എങ്ങനെ ഇരിക്കണേ? അല്ലേലും നിനക്ക് ഈ കഥ വല്ലതും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? ഇപ്പം നമ്മൾ 2 ആളും പുറത്തായി, അവർ 3 ആളും ഒന്നിച്ച്. മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാനിൽ കനവറിയാതെ ഏതോ കിനാവ് പോ